Hey everyone, welcome back to our channel. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കഥകളി ഡ്രോയിങ് ചെയ്തതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കഥകളി ഡ്രോയിങ് ആണ് ചെയ്തതെങ്കിൽ ഇതിൽ നമ്മൾ പെയിൻറ്റിംഗ് ആണ് ചെയ്യണത്. എൻ്റെ സൗണ്ട് കുറച്ചൊരു ഇതായിട്ടാണ് ഇരിക്കുന്നത്, കാരണം ഇത്ര ദിവസം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല. ഇന്നായപ്പോഴാണ് സൗണ്ട് കുറച്ചുകൂടി വന്നത്. അപ്പോൾ ഈ വീഡിയോ ആണെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിട്ട് കുറേ നാളായാലും അപ്പോൾ ഇന്നെങ്കിലും ഇത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളതിലാണ് ഇന്ന് ഞാൻ ഇരുന്നിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇന്നിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. ഈ കഥകളി വരക്കണതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ മേളിൽ ഐ കാർഡിലും കൊടുത്തേക്കാം. അപ്പോൾ അതാദ്യം കണ്ടു നോക്കിയ ശേഷം ഈ ഒരു പെയിൻറ്റിങ് വീഡിയോ കണ്ടു നോക്കുക. ഞാൻ ഈ ഗ്രീൻ കളർ കൊടുത്തപ്പോഴത്തേക്കും ഡാർക്ക് ഷെയ്ഡ് വന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാനിപ്പോൾ ഡാർക്കായിട്ട് ഗ്രീൻ കൊടുത്തേക്കണത്. ബാക്കി ഞാൻ ലീവ് ചെയ്തേക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യേണ്ടതാണ്, അതുകൊണ്ടിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ റെഡ് പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടല്ല, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ തന്നെയാണ് കൊടുത്തേക്കണത്. പിന്നെ ഈ ഒരു യെല്ലോ കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കിയുള്ള ആ ഷെയ്ഡിങ് ഒക്കെ ചെയ്തെടുക്കണത്. ഫസ്റ്റ് തന്നെ ഞാൻ ആ ഫേസിൽ ഒരുമിക്ക ഭാഗത്ത് ഞാൻ ആ യെല്ലോ കളർ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നീട് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ ആ യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടും ഷെയ്ഡിങ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും ഞാൻ ഇതുപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ ഇടും. ഇപ്പോൾ തൊണ്ട വയ്യാഞ്ഞിട്ടും കൂടി ഞാനിത് കഷ്ടപ്പെട്ടിരുന്ന് വോയിസ് ഓവർ ചെയ്യണതല്ലേ. അപ്പോൾ ഒരു ലൈക്കൊക്കെ തരിക, കമൻറ്റൊക്കെ ഇടുക, സബ്സ്ക്രൈബ് മറക്കരുത്. ലോങ് വീഡിയോസിനൊക്കെ കമൻസൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റൊക്കെ ഇടുക. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ന്യൂ വാച്ചറിനോ എന്തെങ്കിലും കമൻറ്റ് ഇടുക. അപ്പോൾ എനിക്കറിയാൻ പറ്റുമല്ലോ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോ കാണണേന്ന്. അതല്ല നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇട്ടെങ്കിൽ എനിക്കറിയാമല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന്. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് നോക്കി വരച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ സന്തോഷമല്ലേ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എൻ്റെ ഒരു ഡ്രോയിങ് നോക്കി വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോയൊക്കെ ഇട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും വരച്ചിട്ട് എനിക്ക് ഫോട്ടോയൊക്കെ അയച്ച് തരാം. അപ്പോൾ എനിക്കൊരു സന്തോഷമാവുമല്ലോ. ശരിക്കും ഞാൻ ഈ ആക്രിലിക് പെയിൻറ്റിങ് ഇതുവരെ പഠിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് അറിയാവുന്നവരാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യണത് ശരിയല്ല, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പം ഇനി ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കതൊക്കെ മാറ്റി ശരിയാക്കി എടുക്കാമല്ലോ. ഈ ഒരു പെയിൻറ്റിങ് ചെയ്യണ സമയത്ത് ഫസ്റ്റ് ഞാൻ ആ ഗ്രീൻ അടിച്ച സമയത്ത് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് മഞ്ഞ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി തെറ്റിപ്പോയി, കുളമായി എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ എനിക്കൊരു ചെറിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ആക്രിലിക് പെയിൻറ്റ് ആയതുകൊണ്ടിട്ട് നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ വേറെ പെയിൻറ്റ് അടിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. വേറെ പെയിൻറ്റ് പോലെ കുളമായി കഴിഞ്ഞാൽ കുളമായതല്ല. ഈ ഒരു കളർ വെച്ചിട്ടും ഞാൻ ആ ഒരു സൈഡൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കവിളിൻ്റെ തുടുപ്പും മൂക്കിൻ്റെ ആ ഭാഗമൊക്കെ എടുത്തറിയാൻ വേണ്ടിയിട്ടൊക്കെ ഞാനതിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെറ്റിയുടെ ആ ഭാഗമൊക്കെ കുറച്ച് ഞാൻ ഇങ്ങനെ ഡാർക്ക് കളറായി കൊടുക്കുന്നുണ്ട്. കാരണം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അവിടെ കുറച്ചൊരു ഡാർക്ക് കളറാണ് ആ ഒരു ഭാഗമൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോഴേ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ കൊടുക്കണത്. മുഖത്ത് പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് എനിക്ക് മുഖത്ത് ഫേഷ്യൽ ചെയ്യണ പോലെ തോന്നിയത്. കാരണം എന്തോരം പെയിൻറ്റാണ് ഞാൻ അയാളുടെ മുഖത്തടിക്കുന്നത്. ഇതൊരു റിയൽ മനുഷ്യനാണെന്ന് വെച്ചെങ്കിൽ ആ മനുഷ്യനെ എനിക്ക് ഓടിയേനെ. കാരണം അത്ര പ്രാവശ്യം ഞാൻ അയാളുടെ മുഖത്ത് ഇങ്ങനെ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. ഇതും വരാണ്ട് ഇനിയും ഞാൻ അയാളുടെ മുഖത്ത് പെയിൻറ്റ് അടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്രൗണിൽ ഞാൻ ആ റെഡും ബ്ലൂവും വൈറ്റൊക്കെ ഇടയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ അവിടെയൊക്കെ വൈറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുണ്ടിൻ്റെ അവിടെ റെഡ്, ആ ഒരു ഷോളൊക്കെ വൈറ്റ് കളറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എഡിറ്റ് ചെയ്യണ സമയത്ത് നോക്കിയപ്പോൾ ആ വീഡിയോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ആ ഭാഗ്യത്തിന് ആ ഒരു കാണിക്കണ വീഡിയോ മാത്രം എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. ഫേസിൽ ശരിക്കും ഇത്രമാത്രം പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത് പഠിക്കാനൊന്നും പോകാത്ത കൊണ്ടിട്ട് ഇതിട്ട് ആക്രിലിക് വെച്ചിട്ട് ശരിക്കുള്ള ഷെയ്ഡിങ് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനൊരു ഐഡിയ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കത് ശരിയായില്ല അങ്ങനെ തോന്നിയാണ് ഞാൻ ഇത് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സമയം പോയേക്കണത് ഈ ഒരു ഫേസ് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ കവളിൻ്റെയൊക്കെ ആ ഒരു തുടുപ്പ് കിട്ടാനും പിന്നെ ആ സൈഡൊക്കെ കറക്റ്റായിട്ട് എടുക്കാനൊക്കെ ഞാൻ കുറേ കഷ്ടപ്പെട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഈ ഒരു ഫേസ് പെയിൻറ്റിങ്ങിന് തന്നെയാണ് കുറേ. പിന്നെ അതൊരു ഫേസ് ആയാൽ ഞാൻ ചെറുതായിട്ടൊക്കെ മേക്കപ്പ് ഇടുന്ന പോലെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുത്തു പോലെയൊക്കെ ഇട്ടിട്ട് പെയിൻ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടൊക്കെ കറക്റ്റ് അതുപോലെയൊക്കെ അടിച്ചു കൊടുക്കാനൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതൊക്കെ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് സക്സസ് ആയിരുന്നു. ആ ഒരു കവളിൻ്റെ ആ ഒരു ഇതൊക്കെ കറക്റ്റ് എനിക്ക് ആ സമയത്ത് കിട്ടിയതുപോലെ എനിക്ക് തോന്നിയായിരുന്നു.
പിന്നെ ഈ മൂക്കിൻ്റെ അടിഭാഗത്ത് എങ്ങനെ പെയിൻ്റ് അടിക്കുമെന്ന് എനിക്ക് വലുതായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം മൂക്കിൻ്റെ അടിഭാഗത്ത് നമുക്ക് അറിയാമല്ലോ, ഇങ്ങനെ ഒരു ചെറിയൊരു കുഴി പോലെയും പിന്നെ സൈഡിലേക്ക് ഇങ്ങനെ ഒരു പൊങ്ങിയിട്ട് അങ്ങനെ ഒരു 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 ഇതുണ്ടല്ലോ അവിടെ. അതെങ്ങനെ എനിക്ക് പെയിൻറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ എന്തായാലും ഒരു വെള്ള കളർ സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് മഞ്ഞ അടിച്ചിട്ട് അവിടെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് എന്തൊക്കെയോ ചെയ്തെടുത്ത്. ഇത് ശരിയായാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ മൂക്കിൻ്റെ അവിടെ നിന്ന് ചുണ്ടിൻ്റെ അങ്ങാടേക്ക് തന്നെ ഒരു കവളുടെ ഷേപ്പ് വരുന്ന ഒരു സാധനം, അത് ഞാൻ എത്ര വരച്ചിട്ട് ശരിയാവാത്ത പോലെയായിരുന്നു. പിന്നെ കുറേ വരച്ചാണ് ഞാനിത് കറക്റ്റാക്കി എടുത്തത്. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് യെല്ലോ പെയിൻ്റ് എടുത്തിട്ട് ബ്രഷ് കുറച്ച് ഡ്രൈ ആക്കിയിട്ട്, അതായത് ബ്രഷ് ഭയങ്കര വെറ്റും അല്ല ഭയങ്കര ഡ്രൈയും അല്ലാത്ത ഒരു ഇതിലെടുത്തിട്ട് യെല്ലോ കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്താണ് ആ മുഖത്തിൻ്റെ ആ ഒരു ഷെയ്ഡ് പോലത്തെ സാധനമൊക്കെ ഞാൻ ആക്കിയെടുത്തത്. അത് തന്നെയാണ് ഞാൻ മൂക്കിൻ്റെ അറ്റത്തും ഒക്കെ ചെയ്തത്. ശരിക്കും ഈ ഒരു ഫേസ് പെയിൻറ്റ് ചെയ്യണ സംഭവം എനിക്കിന്ന് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സംഭവം പോലെയാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ കവളൊക്കെ എനിക്ക് കറക്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ എനിക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരാൾ റിയലായിട്ട് ഇങ്ങനെ ഇരുന്ന് തരുമല്ലോ ഇതേപോലെ മുഖത്ത് പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ വരച്ചിട്ട് അതിൽ പെയിൻറ്റ് അടിക്കുമ്പോൾ അത് റിയലായിട്ട് ഒരാളുടെ മുഖമാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വരക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഈ മൂക്കിൻ്റെ തുമ്പത്തായിട്ട് ഞാനൊന്ന് ഡാർക്കായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ചിങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടുക. നമ്മൾ കുറച്ച് ലൈറ്റ് അടിക്കണം, പിന്നെ ഡാർക്ക് അടിക്കണം, പിന്നെ ഒന്നുകൂടി ലൈറ്റ് അടിക്കേണ്ടി വരും, പിന്നെ ഒന്ന് ഡാർക്ക് അടിക്കേണ്ടി വരും. അങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്കേ ശരിയാവുള്ളൂ. ഇനി ഞാൻ ആ ഷോൾ അടിക്കുന്ന സംഭവമുണ്ട്. ഷോൾ അടിക്കണമെന്ന് വെച്ചാൽ ഷോൾ പെയിൻ്റ് അടിക്കുന്ന സംഭവമുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഞാൻ അടിക്കും, പിന്നെ ഞാൻ അതിൻ്റെ വല്ല ഡാർക്ക് അടിക്കും, പിന്നെ ഞാൻ അതിനെ ലൈറ്റ് ആക്കും, വീണ്ടും ഞാൻ അതിനെ ഡാർക്ക് ആക്കും, വീണ്ടും ഞാൻ അതിനെ ലൈറ്റ് ആക്കും. നിങ്ങളെൻ്റെ വീഡിയോ ഇപ്പോൾ വല്ല ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് കേൾക്കണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇടക്കിടക്ക് ഞാൻ ശ്വാസം വലിക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, ഒന്നാമത് തൊണ്ട വയ്യാത്ത കൊണ്ടിട്ട് ഇങ്ങനെ നിർത്താതെ സംസാരിക്കുമ്പോഴത്തേക്കും കുറച്ച് ശ്വാസം കിട്ടാണ്ടാവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് വന്നിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ശ്വാസം വലിക്കേണ്ട ഒരു സൗണ്ട് മിക്കവാറും ഇതിനകത്ത് കിട്ടും. ഞാൻ ഈ ഒരു കഥകളിയുടെ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും കൂടിയുള്ള ഒരൊറ്റ വീഡിയോ ആയിട്ട്, അതായത് ഭയങ്കര എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ ഒറ്റ വീഡിയോ ആയിട്ട്, പക്ഷെ അത് 2x കേട്ടോ. അങ്ങനെ ഫുള്ള് നിങ്ങളെ ഭയങ്കര ലെങ്തി ആയിട്ട് ഇരുത്തി ബോറടിപ്പിക്കുന്ന കാലത്ത് ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. മിക്കവാറും അത് ഈ ആഴ്ച തന്നെ ഞാൻ ഇടും. കാരണം അപ്പോഴത്തേക്കും നിങ്ങൾക്കിപ്പോൾ ഇത് ഒരുമിച്ച് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഉണ്ടായി ഞാൻ മനസ്സിലാവില്ല. പക്ഷേ അതിനകത്ത് വോയിസ് ഓവറൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ചുമ്മാ മൊത്തം ലെങ്തി ആയിട്ടത്, ലെങ്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിരിക്കുമല്ലോ, ഒരു 30 മിനിറ്റൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഈ ഒരു വീഡിയോ തന്നെ 23 മിനിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഒരു 7 മിനിറ്റും കൂടിയായിട്ട്. അപ്പോൾ ആ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വരയ്ക്കാനുള്ള ഒരു കുറച്ചുകൂടി ഐഡിയ കിട്ടും എന്നാണ് എനിക്ക് തോന്നണത്. കാരണം അതങ്ങനെ അധികം എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആണല്ലോ, ഭയങ്കര ഒരു സീനും എഡിറ്റ് ചെയ്ത് കളയാതെ അങ്ങനെയായിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണത്. അതിനകത്ത് ഞാൻ ആകെ വീഡിയോ ഫാസ്റ്റാക്കി മാത്രമേ ഇടണുള്ളൂ, 2x ഫാസ്റ്റാക്കി മാത്രമേ ഇടണുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അതും കൂടി കണ്ടു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റൊക്കെ ഇടണം. നമ്മുടെ വീഡിയോസൊക്കെ ഒരുമിക്കപ്പോഴും എങ്ങനെ പോയാലും ഒരു 50 പേരെങ്കിലും കാണാറുണ്ട്. പക്ഷെ 50 പേരിലൊരു ഒരാൾ 2 പേരൊക്കെ കമൻറ്റ് ഇടാറുള്ളൂ. 50 പേരിലൊരു 25 പേരെങ്കിലും കമൻറ്റ് ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഒന്ന് കമൻറ്റൊക്കെ ഇടണം. ഞാൻ കുറച്ച് ലോങ് വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്കതൊക്കെ ഇടാനായിട്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഇടണം. അപ്പോഴത്തേക്ക് നമുക്ക് ഉടനെ തന്നെ അങ്ങനത്തെ ലോങ് വീഡിയോസൊക്കെ ഇടാം. പിന്നെ ഈ ഒരു ഡ്രസ്സിലുള്ള സാധനം പെയിൻ്റ് അടിക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരു ഗോൾഡനും അല്ല, ഒരു കോപ്പർ കളർ പോലത്തേക്ക് ഒരു റെഡിഷ് ഗോൾഡൻ, അങ്ങനത്തെ എനിക്ക് കറക്റ്റ് ഒരു കളറിൻ്റെ പേരറിയില്ല, അതുപോലത്തെ ഒരു കളറാണ് ആ ഒരു സംഭവത്തിന് ഉണ്ടാവാറ്. അപ്പോൾ എൻ്റെ ആ ഒരു പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ റെഡും മഞ്ഞയൊക്കെ മിക്സ് ചെയ്ത് വൈറ്റ് കളർ മേളിലൊക്കെ അടിച്ച ഒരു ഷൈനി എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയൊന്നുമില്ല, പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. പിന്നെ ഇതിൻ്റെ ക്രൗണിലുള്ള ഒരു സർക്കിൾ പോലത്തെ ഒരു സാധനത്തിലും പിന്നെ ഡ്രസ്സിലുള്ള ഒരു പൂ പോലത്തെ സാധനത്തിലൊക്കെ ഞാനൊരു ഓറഞ്ച് കളർ പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ മഞ്ഞയും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട്, പക്ഷേ മഞ്ഞ യെല്ലോ അല്ല, മഞ്ഞയും റെഡും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു ചന്ദനത്തിൻ്റെ കളർ അതുണ്ടാക്കാനാണ് ഞാൻ നോക്കിയത്. അത് ഏകദേശമൊക്കെ സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ ഉണ്ടാക്കിയിട്ട് അതാണ് ഞാൻ പിന്നെ അടിച്ചു കൊടുക്കുന്നത്.
അത് ഞാൻ ആ ഡ്രസ്സിലുള്ള ആ നടുക്കുള്ള ആ ഭാഗത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സർക്കിൾ പോലത്തെ സാധനമില്ലേ കിരീടത്തിലൊക്കെ ഉള്ള ആ ഒരു സാധനത്തിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ അടിക്കണ ആ ഒരു ഭാഗത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലെല്ലാം ഞാനൊരു ബേസ് പോലെ ആയിട്ടാണ് ആ ഒരു കളർ അടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മേളിൽ ഞാൻ വേറെ വേറെ കളർ അടിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തേക്കണത്. പിന്നെ ഈ കിരീടത്തിലുള്ള ഈ ഒരു പൂ പോലത്തെ സാധനത്തിലൊക്കെ ഞാൻ ആ മഞ്ഞ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചുമ്മാ റഫായിട്ട് അടിച്ചു കൊടുക്കുന്നതാണ്. ലാസ്റ്റ് ഞാൻ അതിൻ്റെ സൈഡിൽ റെഡ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിനൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് സമയം ഇല്ലാണ്ടാകുമ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് മാർക്കർ വെച്ചൊക്കെ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴേക്കൊരു 25-30% നമ്മൾ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 25-30 എന്നൊക്കെ പറയാൻ കാര്യം ഇതിനകത്ത് മെയിനായിട്ട് ആവശ്യം ഡീറ്റെയിലിംഗ് ആണല്ലോ. ഡീറ്റെയിലിംഗ് നമ്മൾ ഇപ്പോഴാണ് തുടങ്ങണത്. നമ്മൾ ആദ്യം ബേസ് ആയിട്ടുള്ള കളർ മൊത്തമാണ് അടിച്ചേക്കണത്. ഇനിയാണ് നമ്മൾ ഡീറ്റെയിലിംഗ് റിയലായിട്ട് തുടങ്ങണത്. കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ച ക്ലിപ്സൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്താണ്. പക്ഷേ ഇനി ഷോർട്സ് ആയിട്ടൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം കൊണ്ട് ഇപ്പം ഞാൻ ഇതൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണതാണ്. കാരണം ഇത് പെയിൻറ്റ് ചെയ്യണ ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് നമുക്ക് ഇത് തന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്യാമല്ലോ. ഇതിൽ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ റെഡ് പെയിൻ്റ് അടിച്ചിട്ട് പിന്നെ യെല്ലോ വെച്ചിട്ട് പൂവിനെ കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് മടിയായിട്ട് ലാസ്റ്റ് ഞാൻ അത് മാർക്കർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കണ്ണിന് ചുറ്റി ബ്ലാക്ക് പെയിൻ്റ് അടിച്ചത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതടിച്ചപ്പോഴാണ് ആ കഥകളിയുടെ ആ ഒരു രൂപം അതൊക്കെ വന്നത് എനിക്ക് തോന്നിയത്. കാരണം അതടിച്ചപ്പോഴത്തേക്കും ആ ഒരു ലുക്ക് തന്നെ ഭയങ്കരമായിട്ട് മാറി നല്ല ഭംഗിയായാലും എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് മൊത്തമായിട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്. കഥകളിയുടെ കണ്ണാണെങ്കിൽ ഈ കഥകളിയുടെ ഫേസിനേലും ഭയങ്കര വലുതായി പോയാലും എനിക്കത് കളർ അടിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി. പക്ഷേ എന്ത് ചെയ്യാനാണ്, വരച്ച് കഴിഞ്ഞ് പോയില്ലേ. അപ്പം നിങ്ങളടിക്കുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കുക, കണ്ണ് കുറച്ച് ശ്രദ്ധിച്ച് മുഖത്തിന് ചേരണ പോലെയിട്ട് വരയ്ക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പെയിൻ്റ് അടിക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇവിടെ ഇട്ട് റെഡും അതിൻ്റെ ചുറ്റും ബ്ലാക്ക് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഭാഗത്ത് അത്ര റെഡ് അടിച്ചിട്ട് ചുറ്റും ഇവിടേക്ക് മൊത്തം ബ്ലാക്ക് അടിച്ചിട്ട് അത് മൊത്തം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് പണിയുണ്ട്, കേൾക്കുമ്പോൾ പണി പോലെ തോന്നുമെങ്കിലും ചെയ്ത് വരുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. ഇതേപോലെ ഇങ്ങനെ റെഡ് അടിച്ചിട്ട് ചുറ്റും ബ്ലാക്ക് അടിച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. കഥകളിയുടെ പൊട്ടിനായിട്ട് ഞാൻ റെഡും ബ്ലാക്കൊക്കെയാണ് കൊടുത്തേക്കണത്. അതിൻ്റെ അടിയിലായിട്ട് നമുക്കിനി മഞ്ഞ കളർ കൂടി കൊടുക്കാനുണ്ട്. അത് നമുക്ക് എന്നിട്ട് ഫേസിൽ ആ ഗ്രീനായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ കുറച്ചൊരു അലമ്പായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഭംഗിയായിട്ടിരിക്കും. ഇപ്പോഴും ഞാൻ ബ്ലെൻഡ് ചെയ്തേക്കണ അത്ര ശരിയാവാത്ത പോലെ എനിക്ക് തോന്നിയേക്കണത്. ഇപ്പം ഞാൻ പെയിൻ്റ് അടിക്കണ ആ ഭാഗത്ത് ഞാൻ ബ്ലാക്ക് കളർ വെച്ച് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ആ ഔട്ട്ലൈൻ ഉണങ്ങണ മുന്നേ തന്നെയായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണേ ചെയ്യണത്. കാരണം എനിക്ക് അവിടെ ഒരു ചെറുതായിട്ടൊരു ഗ്രേ പോലത്തെ ഒരു കളറാണ് വേണ്ടത്. പക്ഷെ ഭയങ്കര ഗ്രേയും ആവണ്ട, ഭയങ്കര വൈറ്റും ആവണ്ട, അങ്ങനെ ഇടയിൽ നിൽക്കുന്ന ഒരു കളറായിരുന്നു എനിക്ക് വേണ്ടത്. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്.
കണ്ണിന് പ്യുവർ വൈറ്റ് അടിച്ചത് കാണൂലല്ലോ എന്ന് ഓർത്തിട്ട് ചെറുതായിട്ടൊക്കെ ബ്ലൂ മിക്സ് ചെയ്തൊക്കെ അടിച്ചതാണ്. അപ്പോഴത്തേക്കും മനസ്സിലായി പണി കിട്ടിയെന്ന്. എന്തായാലും പണി കിട്ടി. അപ്പോൾ പിന്നെ അടുത്ത സൈഡിൽ ഇങ്ങോട്ട് വരച്ച് വെക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരച്ച് വെച്ച്. പിന്നെ ആക്രിലിക് പെയിൻ്റ് ആണല്ലോ, ഞാൻ ആദ്യം പറഞ്ഞില്ല, ആക്രിലിക് പെയിൻ്റ് വെച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും മിസ്റ്റേക്ക് വന്നാലും നമുക്കതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസിൽ അതിന് ഞാൻ ഉണങ്ങാൻ വിട്ട്. ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മേളിൽ വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ. എന്നിട്ട് ഞാൻ ആ ഷോളിൻ്റെ മേളിൽ റെഡും ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഫസ്റ്റ് തന്നെ അടിക്കുമ്പോഴത്തേക്ക് അതങ്ങോട്ട് റെഡി ആവണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ അതിൻ്റെ മേളിൽ വൈറ്റ് അടിച്ചു കൊടുത്ത്, പിന്നെ അതിൻ്റെ മേളിൽ വീണ്ടും ആ കളർ അടിച്ചു കൊടുത്ത്, അങ്ങനെയാണ് ഞാൻ അത് സെറ്റ് ചെയ്തെടുത്തത്. നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. അപ്പം എനിക്കറിയാമല്ലോ നിങ്ങൾ ഇവിടെ വരെയും കണ്ടെന്ന്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ ഈ തൊണ്ട വയ്യാത്ത സൗണ്ടും വെച്ചിട്ടൊക്കെ ഇതൊക്കെ വോയിസ് ഓവറൊക്കെ ചെയ്യണമല്ലേ, അപ്പോൾ അതിൻ്റെ പേരിലെങ്കിലും ഒരു ലൈക്കൊക്കെ ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പൂവിൻ്റെ ഇതൊക്കെ വരച്ച് തീർക്കാനായിട്ട് എനിക്ക് മടിയായിട്ട് ലാസ്റ്റ് ഞാൻ മാർക്കർ വെച്ചിട്ടാണ് ചെയ്തതെന്ന്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർക്കർ വെച്ചിട്ടാണ് ഞാൻ ആ പൂവിൻ്റെ കറക്റ്റ് ഷേപ്പൊക്കെ വരച്ചെടുത്തതും പിന്നെ പൂവിൻ്റെ ഉള്ളിൽ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തതും. പിന്നെ ഈ ബ്ലൂ കളർ അടിച്ചേക്കുന്ന അവിടെയും ആ മേളിൽ ഗ്രീൻ അടിച്ചേക്കുന്ന അവിടെയൊക്കെ ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് അത് ഇതേപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേളിൽ ഇതേപോലെ ലൈൻസ് ഇടുകയാണ് ചെയ്തത്. ശരിക്കും ഇത് കാണുമ്പോഴത്തേക്കും വരക്കാൻ നല്ല പാടാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതിനകത്തുള്ള ഒരു മിക്ക ഡിസൈൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരക്കണതാണ്. അപ്പോഴത്തേക്കും അത് അത്ര പാടല്ല. ഒരു ഡിസൈൻ തന്നെ, ഒരു ഡിസൈനല്ല, ഒരു 2-3 ഡിസൈൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരച്ച് കഴിയുമ്പോൾ തന്നെ അത് അത്യാവശ്യം വലിയൊരു സംഭവം മാറുമല്ലോ. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അത് വലിയ പാടായിട്ട് തോന്നുമെങ്കിലും നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അത്ര പാടായിട്ട് തോന്നില്ല. പിന്നെ ഈ കണ്ണിന് പെയിൻ്റ് അടിച്ചത് ചെറുതായിട്ട് തെറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാനൊരു ബ്രൗൺ കളർ പോലത്തെ കണ്ണാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് അറിയാത്തത് കൊണ്ടിട്ട് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഗ്രീനും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്താൽ ബ്രൗൺ ആവും എന്ന് പറഞ്ഞിട്ട് ഞാനത് അങ്ങനെ മിക്സ് ചെയ്തെടുത്ത്. അത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ വേറെ പാലറ്റൊന്നും എടുക്കാൻ നിന്നില്ല. പാലറ്റ് ഇല്ല, ഞാൻ CD-യിലിട്ടാണ് പെയിൻറ്റ് മിക്സ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പം ഞാനത് അങ്ങനെ മിക്സ് ചെയ്യാതെ ഞാൻ ഡയറക്റ്റ് തന്നെ ചെയ്യാൻ നോക്കിയത്. പക്ഷെ അത് ഇത്തിരി അലമ്പായി പോയി. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ഫുള്ളായിട്ട് ബ്രൗൺ അടിച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ ബ്ലാക്ക് അടിച്ചത് ശരിയാക്കിയത്. പിന്നെ കണ്ണിൻ്റെ സൈഡിലുള്ള ആ ഒരു റെഡ് ഇതൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായ പോലെയൊക്കെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൂടി അത് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ ഞാൻ മൂക്കിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂക്കിൻ്റെ അടിഭാഗം മാത്രമല്ല, ഒരു സൈഡിലായിട്ട് ഞാൻ ചെറുതായിട്ടൊരു മൂക്കിൻ്റെ ആ ഒരു ഹോളും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ ബ്ലാക്ക് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂക്കിന് ചുറ്റും ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര നേരം ഇരുന്ന് വോയിസ് ഓവർ ചെയ്തപ്പോൾ തന്നെ എൻ്റെ തൊണ്ടയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ വയ്യെങ്കിലും എനിക്കിനി റെഗുലറായിട്ട് വീഡിയോസ് ഇടണമെന്നാണ് ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന്, അതായത് ആദ്യം തൊട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വർഷം ജൂണിലാണ് ചാനൽ തുടങ്ങിയത്. ചാനൽ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് വയ്യാതായി. ഞാൻ കുറേ ദിവസം വീഡിയോ ഇട്ടില്ല. പിന്നെ കുറച്ച് നാൾ ഞാൻ വീഡിയോ ഇട്ട് അത് കഴിഞ്ഞ് എപ്പോഴൊക്കെയോ മടിയായി ഞാൻ നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും തുടങ്ങി, പിന്നെയും വീഡിയോ ഇട്ട്, പിന്നെയും വയ്യാതായപ്പോൾ ഞാൻ നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും തുടങ്ങി, പിന്നെയും കുറേ നാൾ കഴിഞ്ഞ് നിർത്തി. അങ്ങനെ വന്നിട്ടൊരു ജൂലൈ തൊട്ടിട്ടാണ് ഞാൻ പിന്നെ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. ആ ടൈമിലാണ് നമ്മൾ 30 days ഡൂഡ്ലിംഗ് ചാലഞ്ചൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചാലഞ്ച് തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഇതേ വീണ്ടും ഒരു പനി പിടിച്ചേക്കണത്. ആ പനി പിടിച്ചതിൻ്റെ സൗണ്ടും പോയി, എല്ലാം പോയി.
പക്ഷേ നമ്മൾ തിരിച്ചു വരും. ഇനി നമ്മൾ എന്തായാലും ഈ പനിയും സൗണ്ടൊക്കെ റെഡിയായിട്ട് എല്ലാ ദിവസവും റെഗുലറായിട്ട് സെറ്റായിട്ട് വീഡിയോ ഒക്കെ ഇടും. ഇനി അടിപൊളി ലോങ് വീഡിയോസൊക്കെ കുറേ ഐഡിയ ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നടത്താൻ പറ്റണം നമുക്കിനി. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. ഞാനിടുന്ന വീഡിയോസൊക്കെ കാണണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എല്ലാം ഞാൻ കുറേ വട്ടം ഇങ്ങനെ പറയാനുണ്ട്, ചെയ്യണം കേട്ടോ. കുറേ സ്ഥലത്തൊക്കെ ഞാൻ ആവശ്യമില്ലാതെ വീണ്ടും 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 പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ശരിക്കും അത്ര ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്ത് എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് തോന്നണം ഇനി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാവും, ഇനി അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയാവും, അങ്ങനെ തോന്നിയാണ് ചെയ്യണത്. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് അത്യാവശ്യം ഭംഗിയായ പോലെ തോന്നിയായിരുന്നു. ഈ ഭാഗത്തെ മുത്തിനൊക്കെ ഒരു ഗ്രേ കളർ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ആ മുത്തൊക്കെ ഞാൻ ബ്ലാക്ക് കളർ മാർക്കർ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇട്ട് ഞാൻ യെല്ലോ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് യെല്ലോ ആയിട്ട് ഞാൻ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്യാനുള്ള ഒരു സെമി സർക്കിൾ പോലെയാണ് ഔട്ട്ലൈൻ ചെയ്യണത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വൈറ്റ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചുകൂടി ഒരു ഷൈനി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ആ ഒരു സംഭവം തന്നെ ആ ഒരു പൂവലത്തെ ആ സർക്കിളിനുള്ള സാധനത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രസ്സിലുള്ള ആ പൂവിലും ഞാൻ ആ സെയിം സാധനം തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വോയിസ് ഓവറൊത്ത് ഞാൻ തൊണ്ട വയ്യാതിരുന്ന് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും മിസ്റ്റേക്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഈ ഒരു പാർട്ട് 2 വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത ശേഷം ഉടനെ തന്നെ ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടി ഒരുമിച്ചുള്ള വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതായിരുന്നു നമ്മളുടെ ഫൈനൽ ലുക്ക്.